നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം വേണമോ എന്നുള്ള ചർച്ചകൾ വളരെ ഗൗരവപൂർവ്വം നടക്കുകയാണ്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന VD സതീശൻ വിഭാഗത്തിൻ്റെ ആവശ്യം ഇതുവരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ സുധാകരനെ മാറ്റിയേ തീരൂ എന്ന നിലപാടിലാണ് VD സതീശൻ നിൽക്കുന്നത്. VD സതീശന് അനുയോജ്യനായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒതുങ്ങുന്ന ഒരു KPCC അധ്യക്ഷൻ വേണമെന്നാണ് സതീശൻ്റെയും സതീശൻ ഗ്രൂപ്പിൻ്റെയും ആഗ്രഹമെങ്കിലും തൽക്കാലം അതിന് പച്ചക്കൊടി കാണിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരുക്കമല്ല. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സതീശൻ്റെ ഈ ആഗ്രഹത്തിന് കടുത്ത എതിര് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് K മുരളീധരനെ പോലെയുള്ള നേതാക്കൾ ഒരു കാരണവശാലും കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറരുത് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതിന് കാരണവുമുണ്ട്. VD സതീശൻ്റെ കൈകളിലൊതുങ്ങുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയന്ത്രണമുള്ള ഒരു നേതാവ് KPCC അധ്യക്ഷ സ്ഥാനത്ത് വന്നാൽ പിന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന കാര്യത്തിൽ VD സതീശന് വലിയ മേൽക്കൈ ലഭിക്കും. അത് ഒഴിവാക്കുക എന്ന ആഗ്രഹമാണ് KC വേണുഗോപാൽ മുതൽ K മുരളീധരൻ വരെയുള്ള നേതാക്കൾക്ക് ഉള്ളത്. എന്നാൽ VD സതീശനാകട്ടെ പലതവണ ഈ പ്രസിഡന്റുമായി യോജിച്ചു പോകാൻ തനിക്ക് കഴിയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അതാകട്ടെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അദ്ദേഹം പലതവണ അറിയിക്കുകയും ചെയ്തു. പലപ്പോഴും സതീശനും സുധാകരനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പരസ്യമായി ക്യാമറകൾക്ക് മുന്നിൽ വരെ സംഭവിക്കുകയും അത് പാർട്ടിക്ക് വളരെ ചീത്തപ്പേരുണ്ടാക്കി എന്നുള്ള അഭിപ്രായം പൊതുവെ ഉയരുകയും ചെയ്തതാണ്. അപ്പോഴും ഇവർ മനസ്സ് തുറന്ന് ഒന്ന് അടുക്കാനോ സംസാരിക്കാനോ പരസ്പരം തയ്യാറായില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും കടുത്ത എതിർപ്പുണ്ട്. കാരണം KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് പോയാൽ മാത്രമേ പാർട്ടിയുടെ കാര്യങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. മുസ്ലിം ലീഗ് നേതാക്കളും ഇക്കാര്യം വളരെ പരസ്യമായി തന്നെ UDF യോഗത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ K സുധാകരനെ പോലൊരാളുമായി യോജിച്ചു പോവുക തനിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നും പലപ്പോഴും തൻ്റെ പല കാര്യങ്ങളിലും അദ്ദേഹം ഇടങ്കോലിടുന്നുവെന്നാണ് VD സതീശൻ്റെ പരിപാടി. താൻ നിശ്ചയിച്ച് ചുമതല കൊടുത്ത ആളുകളെ പോലും അർദ്ധരാത്രിയിൽ ഇടപെട്ട് ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന ചില നടപടികൾ K സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നും അത് ഒരിക്കലും വച്ചുപൊറിപ്പിക്കാനാവില്ലെന്നും UDF ചെയർമാൻ എന്നുള്ള നിലയിലും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് എന്നുള്ള നിലയിലും തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റുമെന്നുമാണ് VD സതീശൻ പറയുന്നത്. പക്ഷേ ഒരു കാര്യം, കേരളത്തിലെ കോൺഗ്രസിൽ പ്രത്യേകിച്ച് ഭരണമില്ലാത്ത അവസ്ഥയിൽ KPCC അധ്യക്ഷന് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കണ്ണൂരിൽ നിന്നുള്ളവരായിക്കോട്ടെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരായിക്കോട്ടെ സീനിയർ നേതാക്കളെല്ലാവരും K സുധാകരൻ്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ്. കാരണം K സുധാകരന് വലിയൊരു പോരാട്ട പാരമ്പര്യമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിലെ ചെറുപ്പക്കാർ, യുവജനങ്ങൾ ഏറെക്കുറെ എല്ലാവരും തന്നെ VD സതീശനൊപ്പവും അടിയുറച്ചു നിൽക്കുകയാണ്. VD സതീശൻ നേതൃത്വം നൽകുന്ന വിഭാഗത്തിലാണ് കേരളത്തിലെ MLA-മാരടക്കമുള്ള യുവ നേതാക്കളുള്ളത്. അത് ഷാഫി പറമ്പിലായിക്കോട്ടെ, റോജി M. ജോൺ ആയിക്കോട്ടെ, PC വിഷ്ണു ആയിക്കോട്ടെ, TC ദിക്ക് ആയിക്കോട്ടെ, ഇനി പുതിയതായിട്ട് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ, ഇവരെല്ലാവരും VD സതീശൻ്റെ മുന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ്. അപ്പോൾ സീനിയർ വേഴ്സസ് ജൂനിയർ എന്നുള്ളൊരു പോരാട്ടത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ്. ഇതൊഴിവാക്കണമെന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പലതവണ മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ അവസാനിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആകട്ടെ തൽക്കാലം K സുധാകരനും VD സതീശനും തുടരട്ടെ എന്ന നിലപാടിലാണ്. കാരണം K സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ ഇനി VD സതീശനെയും മാറ്റേണ്ടി വരുമെന്നുള്ള നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അന്നൊരു നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന സുധാകരനും സതീശനും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്നും അത് കഴിഞ്ഞ് ബാക്കി ഭരണമൊക്കെ കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നുമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിലപാട്. ഏതായാലും K സുധാകരനെ തൽക്കാലത്തേക്കെങ്കിലും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരുക്കമല്ലെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ സൂചനയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായി VD സതീശന് കൊടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അദ്ദേഹം നിരാശനാണെങ്കിലും, നിരാശാജനകമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെങ്കിലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ താൻ അംഗീകരിക്കുന്നുവെന്നും K സുധാകരൻ തുടരട്ടെ എന്ന നിലപാടുമാണ് VD സതീശൻ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി മുന്നോട്ടുള്ള പോക്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരിക്കണമെന്ന നിർദ്ദേശവും KC വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡ് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും വലിയ പൊട്ടലും ചീറ്റലും ഇല്ലാതെ ഈ നേതൃത്വം മുന്നോട്ട് പോകുമെന്നാണ് കരുതപ്പെടുന്നത്.